ഹലോ. അങ്ങനെ IPL 2026 മറ്റൊരു പ്ലെയർ കൂടി സെഞ്ചുറി നേടിയിരിക്കുകയാണ്. അപ്പം മറ്റാരുമല്ല, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായി സുദർശൻ. അപ്പം പുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രൈക്ക് റേറ്റോട് കൂടി അത്യാവശ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഏതാണ്ട് ഒരു 50 ഓട്ട് ബോളിലാണ് സെഞ്ചുറി അടിച്ചത്. അപ്പം ഇന്നലത്തെ ഒരു കളിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 100 റണ്ണ് സായി സുദർശൻ അടിച്ചു, ബാക്കി 100 റണ്ണ് തട്ടിമുട്ടിയും ബാക്കി പ്ലേയേഴ്സ് അടിച്ചു എന്നുള്ള രീതിയിലായിരുന്നു കളി പോയത്. അപ്പം അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയും പ്ലേയേഴ്സ് സെഞ്ചുറി അടിക്കുന്നു, ഇത്രയും പെർഫോമൻസ് നടക്കുന്നു, IPL ഒരു പാതി വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ കോഹ്ലി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഹ്ലിക്കൊപ്പം നിൽക്കുന്ന ഒരു മികച്ച പ്ലെയർ എന്ന് എനിക്ക് പേഴ്സണലി എടുത്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ സഞ്ജു തന്നെയാണ്. കാരണം ഞാൻ പറയാം, കാരണം മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കും. അപ്പം നമ്മൾ ആദ്യം സഞ്ജുവിൻ്റെ കാര്യം എടുക്കുന്നു. അപ്പം സഞ്ജുവിൻ്റെ ഒരു ടീം ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സഞ്ജുവിൻ്റെ ഒരൊറ്റ എൻജിൻ വെച്ചിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പ്രൊപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗ് യൂണിറ്റിൽ ബോളിംഗിൽ വരുമ്പം അവർക്ക് പല കളിയിൽ ഓരോ ഹീറോസ് വന്നു. പക്ഷേ ബാറ്റിങ്ങിൽ ചെന്നൈ ജയിച്ച കളികളിലെല്ലാം തന്നെ സഞ്ജുവിൻ്റെ ബാറ്റ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കിപ്പോൾ മുന്നിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ബാറ്റിങ്ങിന് ഇറങ്ങിയാൽ പുള്ളിയുടെ കാര്യം മാത്രം നോക്കി ബാറ്റ് ചെയ്തിട്ട്, അതായത് വരുന്നു മികച്ച സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നു, കളിച്ചു പോയാൽ പോയി എന്നുള്ള രീതിയിൽ പോകാനുള്ളൊരു സാധ്യത, അങ്ങനെ ഒരു കാര്യം പുള്ളിക്കിപ്പോൾ ഇല്ല. കാരണം പുള്ളിക്കറിയാം, പുള്ളിയുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി പുറകെ വരുന്ന മിഡിൽ ഓർഡേഴ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു യങ്ങർ സൈഡാണ് കമ്പാരിറ്റീവ്ലി പുള്ളിക്കുള്ളത്. അപ്പോൾ ഒരു മിഡിൽ ഓർഡർ ഉറപ്പായിട്ടും നേരത്തെ തന്നെ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ തകർച്ച നേരിടും. അപ്പം അത് പുള്ളിക്ക് തടഞ്ഞേ പറ്റുള്ളൂ. അപ്പം തുടക്കത്തിൽ പുള്ളി പവർ പ്ലേയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന നല്ല ബോളേഴ്സിന്, അപ്പോൾ മുംബൈയുടെ കളി നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ബുംറയ്ക്കെതിരെ പുള്ളി കരുതലോടെ കളിച്ചു. അത് കഴിഞ്ഞ് വന്ന ബോളേഴ്സിനെ പുള്ളി നന്നായിട്ട് തന്നെ കളിച്ച് സ്ട്രൈക്ക് റേറ്റ് കയറ്റി, സ്കോർ കയറ്റി. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് പുള്ളി മെയിനായിട്ട് നോക്കുന്നത്. അപ്പം ഇന്നലത്തെ കളിയിൽ നമ്മൾ സായി സുദർശൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, സായി സുദർശനും ഏകദേശം അതേ സ്റ്റൈലിലുള്ളൊരു ഇന്നിങ്സാണ് കളിച്ചത്. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായി സുദർശൻ്റെ വിക്കറ്റ് പോയി കഴിഞ്ഞ് വന്നവർ, ഇപ്പം ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, ഹോൾഡർ, അങ്ങനെ പല ആൾക്കാരും ബാറ്റിംഗ് ഇറങ്ങി. അവരെല്ലാം ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് പോലും സ്കോർ 205 വരെ എത്തിയുള്ളൂ, അത് ചിന്നസ്വാമി പോലൊരു ഗ്രൗണ്ടിൽ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുജറാത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗില്ലും സായി സുദർശനും കൂടെ തന്നെ നിന്ന് ഓപ്പണിംഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 100 ബോൾ, 110 ബോൾ, അല്ലെങ്കിൽ ആ ഒരു ഓട് ബോൾ അവർ ഫേസ് ചെയ്ത് തീർക്കും. പിന്നെ വരുന്ന ബാറ്റേഴ്സിന് ബാക്കി ബോൾ വെച്ചിട്ട് വേണം സ്കോർ ഉയർത്താനായിട്ട്. അവിടെ അത് നടക്കുന്നില്ല. പക്ഷേ ചെന്നൈയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സഞ്ജു ഫേസ് ചെയ്യുന്ന ബോളുകൾ വെച്ചിട്ട് റൺ റേറ്റ് കൂടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ആവശ്യത്തിലൊരു പാർ സ്കോർ തന്നെ കയറി വരുന്നുണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ചെന്നൈ ജയിച്ച കളികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത കളികളാണ് എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാ കളിയും ഈ സീസണിൽ ജയിച്ചേക്കുന്നത്. ചേസിങ്ങിൽ ഒരു കോപ്പും നടക്കുന്നില്ല. അപ്പം അതുപോലൊരു കളിയാണിപ്പം മെയിനായിട്ട് ചെന്നൈയുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോഹ്ലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, കോഹ്ലിക്ക് പ്രഷറൊന്നും ഇല്ലാണ്ട് കളിക്കാൻ പറ്റിയൊരു ബാറ്റിംഗ് നിരയാണുള്ളത്. ഏത് സ്കോർ ചേസ് ഇറങ്ങിയെങ്കിലും ഒന്നെങ്കിൽ ഒരു സൈഡിൽ സോൾട്ടി നല്ല തുടക്കം കൊടുക്കും, അല്ലെങ്കിൽ കോഹ്ലിയുടെ കൂടെ സോൾട്ടിയുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വരുന്ന കോഹ്ലിയുടെ കൂടെ വരുന്ന പഠിക്കലും നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കും. അത് കഴിഞ്ഞാൽ ഇനി അവിടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ പട്ടീദാർ വന്നിട്ട് നല്ലോണം സ്ട്രൈക്ക് ചെയ്യും, പിന്നെ ടിം ഡേവിഡ് വരും. അതുകൊണ്ട് കോഹ്ലിക്ക് ഒരു പ്രഷർ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എല്ലാ കളികളും പോകുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ, പുള്ളിയുടെ ഈ ഒരു വയസ്സിൽ എൻജോയ് ചെയ്ത് തന്നെ കളിക്കാൻ പറ്റുന്നൊരു കളി. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു പ്രകടനത്തിൽ നമുക്ക് കാണാം, സ്ട്രൈക്ക് റേറ്റിൽ നന്നായിട്ടൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ക്യാപ്പിൽ ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞപ്പോൾ ലീഡർ ബോർഡിലെത്തി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ നമുക്ക് പറയാനുള്ള ഗില്ലിൻ്റെ കാര്യം. ഗില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും ഒരു T20ക്ക് പറ്റിയ ഒരു പ്ലെയർ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പവർ പ്ലേയിൽ മാക്സിമം ബോൾ വേസ്റ്റ് ആക്കും. ഇപ്പം ഗില്ലിൻ്റെ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ കളി ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഗില്ലിൻ്റെ കളി കാണുമ്പോൾ മാക്സിമം ഒരു ഉറക്കം തൂങ്ങി കളി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എലഗൻ്റ് ഇല്ലാത്തൊരു കളി. ഇടയ്ക്ക് ഓരോ സ്ട്രൈറ്റ് ഡ്രൈവ്, പിന്നെ അങ്ങനെ ഒരു ഷോട്ട് എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കളി പോകുന്നത്. അപ്പം അങ്ങനെ ഞാനൊരു കമ്പാരിസൺ നടത്തി നോക്കുമ്പോൾ എനിക്ക് ഒരു കളി കാണാനും ടീമിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എക്സ് ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കളിക്കാരനാണ് സഞ്ജു എന്ന് പറയുന്നത്. കാരണം സഞ്ജുവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ടീം എന്താ പറയുന്നത്, പുള്ളി പെർഫോം ചെയ്താലും മുന്നോട്ട് നീങ്ങുള്ള തരത്തിലൊരു ടീമിനെയാണ് പുള്ളിക്ക് ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. ബോളിംഗ് യൂണിറ്റ് ആണെങ്കിലും ക്ലിക്ക് ചെയ്താൽ ക്ലിക്കായി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു ബോളിംഗ് യൂണിറ്റും. അതുകൊണ്ട് പുള്ളിക്ക് ഇനിയുള്ള കളികളിലും നല്ല രീതിയിൽ തന്നെ കളിച്ചേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചെന്നൈ മുന്നോട്ടുള്ള പോക്ക് വളരെ കഷ്ടം തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കളിയിൽ കാത്തിരുന്ന് കാണാം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.